മയിൽപീലി എന്റർടൈൻമെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരം ശ്രീകാര്യം സ്വദേശി രാജേഷിന് കത്തിച്ചു കളയുന്ന തീപ്പെട്ടി കൊള്ളി കിട്ടിയാൽ താജ്മഹലും ചാർമിനാറും എന്തിനേറെ പറയുന്നു ഇന്ത്യ ഗേറ്റുമൊക്കെ നിസ്സാരമായി ഉണ്ടാക്കാനാകും. മാസങ്ങളോളം എടുത്തു ചെയ്ത ഓരോ വർക്കും കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ്. ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം ഹസ്ബൻഡ് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഇവിടെ ഒരു മിനിയേച്ചർ മ്യൂസിയം ചെയ്യുക എന്നതാണ്. ആദ്യം കുഞ്ഞു കുഞ്ഞു വീടുകളാണ് ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. നമസ്കാരം, എൻ്റെ പേര് രാജേഷാണ്. അപ്പോൾ എന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള ചെറിയ ചാനലിലൊക്കെ കണ്ട് നേരത്തെ പരിചയം കാണും. ഞാൻ താമസം ശ്രീകാര്യത്താണ്. ഞാൻ ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് സിവിൽ സപ്ലൈസിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഈ ഹാൻഡിക്രാഫ്റ്റും ആർട്ട് വർക്ക് ഇങ്ങനെ ഉള്ള ചെറിയ കാര്യങ്ങളായിട്ട് പോകുന്നത്. അതല്ലാതെ ഡ്രൈവിങ്ങാണ് എൻ്റെ ഫീൽഡ്, ഡ്രൈവിങ്ങാണ് ഇപ്പോൾ. പിന്നെ ഇപ്പോൾ ഈ ചെറിയ ചെറിയ വർക്കുകളും ഒക്കെ ചെയ്ത് ഞാനിപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ഞാൻ എൻ്റെ പഠനകാലം തൊട്ടേ ഞാൻ ഈ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ ഈ എക്സിബിഷനും ഈ സ്കൂളിലെ എക്സിബിഷനും കാര്യങ്ങളൊക്കെ വയ്ക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് ഈ സിവിൽ സപ്ലൈസിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് സിവിൽ സപ്ലൈസിൽ ജോലിക്ക് കയറി. പിന്നെ ഈ ഫീൽഡ് കുറച്ച് ദിവസം ഡ്രോപ്പായി. അതിനുശേഷം ഞാനിപ്പം ഈ പെയിൻറ്റിങ് പഠിക്കാൻ പോയപ്പം എൻ്റെ സാറും പിന്നെ എൻ്റെ ബന്ധുക്കളും കൂട്ടുകാരൊക്കെ പറഞ്ഞ് നീ ഇത് നല്ലൊരു സംഭവമാണ്, അപ്പോൾ ഇത് കുറച്ചുകൂടെ നല്ല ഹെവി ആയിട്ട് ചെയ്യണം, ഈ വേൾഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് താജ്മഹൽ ചെയ്തു. താജ്മഹൽ ചെയ്തപ്പോൾ നല്ല അഭിപ്രായം. ഞാൻ ഈ വയലോപ്പള്ളിയിലും ഇങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെ എക്സിബിഷൻ വെച്ചപ്പോൾ നല്ല അഭിപ്രായമായിരുന്നു. അപ്പോൾ മറ്റേ ഈ കാനായി സാറ്, അങ്ങനെയുള്ള മറ്റേ നേമം പുഷ്പരാജ് സാറ്, ഇങ്ങനെയുള്ളവരൊക്കെ കണ്ടിട്ട് പറഞ്ഞ് ഇത് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു ഈ ആരും ചെയ്യാത്ത രീതിയിലുള്ള ഒരു വർക്കാണിത്. അതുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാണ് ഇനി ഇപ്പോൾ പല വർക്കുകൾ ഇപ്പം വേൾഡുമായിട്ട് ബേസ് ചെയ്ത് പല കാര്യങ്ങളും ഇപ്പം ചെയ്യാൻ വേണ്ടി ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പം നിലവിൽ ചെയ്തിട്ടുള്ളത് താജ്മഹലുണ്ട്, ഇന്ത്യ ഗേറ്റുണ്ട്, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഉണ്ട്, പിസ ഗോപുരമുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ ഞാനടുത്ത് ഇപ്പം ബുർജ് ഖലീഫ ചെയ്യാൻ പോകണം. അതിൻ്റെ സ്കെച്ചും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഈ റിലീഫ് വർക്ക് ചെയ്യും. ഞാനൊരു 5-6 വർഷം കൊണ്ട് ഷാജി സാറിൻ്റെ ശിഷ്യനാണ്. ഷാജി എന്ന് പറയുമ്പോൾ മറ്റേ കിളിമാനൂർ ഷാജി സാറാണ് എൻ്റെ ഗുരു. പുള്ളിയുടെ ശിക്ഷണത്തിലാണ് ഞാൻ ഇപ്പം പെയിൻറ്റിങ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുള്ളി ഇപ്പം പുതിയ വർക്കുകളൊക്കെ തന്നിട്ട് റിലീഫ് ആർട്ട് ഇങ്ങനെയുള്ള പെയിൻറ്റിങ്സും ഇതിൻ്റെ കൂടെ ഞാൻ ചെയ്യണുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 2 മാസത്തിന് മുമ്പ് ഇവിടെ പുത്തരിക്കണ്ടത്തൊരു എക്സിബിഷനൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിപ്പം സാധനങ്ങളെ കൊണ്ട് ഇവിടെ കൊണ്ട് വെച്ചേക്കണതേ ഉള്ളൂ. പിന്നെ ഒരു മ്യൂസിയം നമ്മൾ ഈ ലോക്ക്ഡൗണിന് മുന്നേ ഒരു 6 മാസത്തിന് മുന്നേ നമ്മൾ ഒരു മ്യൂസിയം ചെയ്തു. മ്യൂസിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിയേച്ചർ മ്യൂസിയം. അത് നമ്മൾ ഈ അനന്ത പത്മനാഭൻ എന്ന് പറയുന്ന എൻ്റെ ഒരു സാറുണ്ട് കവടിയാറുള്ള, പുള്ളിയും ഞാനും കൂടെ ചേർന്ന് എൻ്റെ ഒരു സുഹൃത്തും കൂടെ ചേർന്നൊരു മ്യൂസിയം ചെയ്തു. ലോക്ക്ഡൗൺ സമയമായപ്പം ഇത് 6 മാസം കൊണ്ടങ്ങ് പൂട്ടി. ലോക്ക്ഡൗൺ വന്ന് അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാനിവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും ഒരു സ്ഥലം കിട്ടി ഒരു മ്യൂസിയം വിദ്യാർത്ഥികൾക്ക് കാണുന്ന രീതിയിലുള്ളൊരു മ്യൂസിയം ചെയ്യുക എന്നുള്ള ഒരു സ്വപ്നത്തിലിരിക്കുകയാണ്. ഇപ്പോൾ ഈ താജ്മഹൽ ആയാലും അതുപോലെ ഇന്ത്യ ഗേറ്റ് ആയാലും അല്ലെങ്കിൽ ഈ ഒരു ബോട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയാലും ഇത് എത്രത്തോളം സമയം എടുത്തിട്ടാണ്, അതിൻ്റെ ഒരു എഫേർട്ട് എത്രത്തോളമാണ്? ഇത് സമയം എന്ന് പറയുമ്പോൾ ഇത് ആദ്യം ഇതിൻ്റെ സ്കെച്ച് വരയ്ക്കണം. സ്കെച്ച് വരച്ച് മോൾഡ് ഉണ്ടാക്കി ഇതെല്ലാം ചെയ്ത് വരുമ്പോൾ ഒരു താജ്മഹലിനൊക്കെ കുറഞ്ഞതൊരു 4-5 മാസമൊക്കെ എടുത്താണ് ഞാൻ ഈ വർക്ക് ചെയ്ത് തീർക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂ ആയിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കില്ലല്ലോ. നമ്മൾ വർക്ക് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള സമയങ്ങളിൽ ചെയ്യണമുണ്ട്. ഒരു 3 മാസം 4 മാസം 5 മാസമൊക്കെ എടുത്ത് ചെയ്ത് തീർക്കണ വർക്കുകളൊക്കെ അങ്ങനെയാണ് ചെയ്ത് തീർക്കണ വർക്കുകൾ. ഇത് ഇപ്പോൾ തീപ്പെട്ടിയുടെ സ്റ്റിക്ക്, തീപ്പെട്ടിയുടെ കൊള്ളിയുണ്ട്. ഞാൻ ആദ്യമൊക്കെ ഈ തീപ്പെട്ടി കടകളിൽ നിന്ന് വാങ്ങിച്ച് തന്നെ മരുന്ന് കട്ട് ചെയ്തിട്ട് ആണ് എടുക്കണത്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, ഈ പേയാടുള്ളൊരു സുഹൃത്ത് പറഞ്ഞ് അത് അങ്ങനെ പോകേണ്ട, കമ്പനി അതിൻ്റെ ഒരു ഇത് കട്ട് ചെയ്ത് തരണ കമ്പനിയുണ്ട്, അവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞു. പിന്നെ ഞാനും പുള്ളിയും കൂടെ പോയി ചെന്ന് അവിടെ നിന്ന് കമ്പനി ചെന്ന് കാര്യം പറഞ്ഞപ്പോൾ പുള്ളി എത്ര സ്റ്റിക്ക് വേണോ തരാം എന്നുള്ള സമയത്ത് പിന്നെ ഇപ്പോൾ അവിടെ നിന്നാണ് ഞാൻ കളക്ട് ചെയ്തുകൊണ്ട് വന്ന് കട്ട് ചെയ്ത് ആണ് ചെയ്യണത്. ചിലവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റിക്ക് വാങ്ങിക്കാനും പിന്നെ ഫെവിക്കോളും പിന്നെ ഈ കിക്ക് ഫിക്സ് ഉണ്ട്.
ഇതൊക്കെ വാങ്ങിക്കുന്ന ചിലവ് തന്നെ ഉള്ളത്. പിന്നെ ഇതിൻ്റെ ചിലവെന്നതിലുപരി ഇത് ചെയ്യാൻ എടുക്കുന്ന സമയവും അതിൻ്റെ ഒരു ഇത് കഷ്ടപ്പാടുമുണ്ട്. അത് വളരെ വലുതാണ്. നമ്മൾ ചെറുതായിട്ട് മൈന്യൂട്ടായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്ന സമയമാണ് ഇതിന് ഒരുപാട് ഉള്ളത്. ഒരു ഡിമാൻഡ്, അതായത് ഈ നിലവിലെ സാഹചര്യത്തിൽ ഇത്രത്തോളം ഒരു ക്രാഫ്റ്റ് വർക്കിൻ്റെ ഒരു ഡിമാൻഡ് എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്? ഇതിൻ്റെ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഇപ്പം ഞാനിതിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് വന്ന് കാണുന്ന ആർട്ടിസ്റ്റുമാരുണ്ട്. അതായത് നേമം പുഷ്പരാജ് സാറുണ്ട്, പിന്നെ കാനായി സാറ്. പുള്ളിയൊക്കെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഡിമാൻഡ് എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഒരാൾ വന്ന് കണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്ന വർക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിലർ ഈ കേരളത്തിൽ ഉള്ളവർ പല ആൾക്കാരും പല ടൈപ്പാണ്. ചിലർ ഈ തീപ്പെട്ടിക്കൊള്ളി കൊണ്ടുണ്ടാക്കുന്നതിന് ഇത്രയും വലിയൊരു വില നമ്മൾ കൊടുക്കേണ്ടി വരുമെന്ന്. ഇപ്പോൾ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ നമ്മൾ ഒത്തിരി കണ്ടിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അതായത് ഇപ്പോൾ രാജേഷ് ഏട്ടൻ്റെ ഒരു ക്രാഫ്റ്റ് വർക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്നവർക്ക് അറിയാം അതിൽ വ്യത്യസ്തതകളൊക്കെ ഒരുപാട് ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ സ്വയം നമ്മൾ ചെയ്യുന്ന വർക്കിൽ നമ്മളൊരു വിലയിരുത്തൽ നടത്തിയാൽ എങ്ങനെയായിരിക്കും? ഇത് ഞാനിത് ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തമാശ രൂപേണ ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ഈ മലയാള മനോരമ ഒരു ആർട്ട് ബസ് കോൺടെസ്റ്റ് വന്നു സ്റ്റൈൽ പ്ലസിൽ. അപ്പോൾ അവിടെ കൊണ്ട് ഇത് വെച്ചപ്പോഴാണ് ഈ നേമ പുഷ്പരാജ് സാറും ദത്ത സാറൊക്കെ കണ്ട് പുള്ളി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പം രാജേഷ് ചെയ്യണ പലരും ആർട്ട് വർക്ക് ചെയ്യണമുണ്ട്. പക്ഷേ രാജേഷ് ഈ ചെയ്യുന്ന ഈ വർക്കിൽ പെർഫെക്ഷൻ ഭയങ്കര രീതിയിലുള്ള പെർഫെക്ഷനാണ്. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതുപോലത്തെ ഈ ആർട്ട് വർക്കെന്ന് വെച്ചാൽ ഇതുപോലെ ചെയ്യണ ആൾ വേറെ പുള്ളി അവർ പറയണമെന്ന് വെച്ചാൽ ഇതുപോലെ ചെയ്യണ ആരെ ഞാൻ കണ്ടിട്ടില്ല. വേറെ പലരും പല രീതിയിലും ചെയ്യണം. പക്ഷേ ഈ തീപ്പെട്ടിയിൽ ഈ ചെയ്യണത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണ ഒരു ഇത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോഴൊക്കെ നമുക്ക് വല്ലാത്തൊരു അഭിമാനമാണ്. അപ്പോൾ അങ്ങനത്തെ പലരും പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെ നമ്മൾ ഈ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരുപാട് വീടുകളുണ്ട്. വീടുകളുടെ പറഞ്ഞ് ഈ 4 കെട്ട് മോഡൽ, 8 കെട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അമ്പലങ്ങളിലൊക്കെ ഈ ഗൗരീശോട്ട അമ്പലങ്ങളിലൊക്കെ ഞാൻ ഉണ്ടാക്കിയ രൂപരേഖ ഞാൻ ഉണ്ടാക്കി ചെയ്തു കൊടുത്തിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ സമയത്ത് തൊട്ടേ ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ഒരു ഇഷ്ടത്തിലാണ് കല്യാണം കഴിഞ്ഞത്. അപ്പോഴും ഞങ്ങൾ എല്ലാ കാര്യത്തിലും എന്തെങ്കിലും വർക്ക് ചെയ്യണതാവട്ടെ, സമയമായിരുന്നാലും എല്ലാ രീതിയിലും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പം എത്രത്തോളം ആഗ്രഹം എന്ന് വെച്ചാൽ നമ്മളെ ഇപ്പം ഇവിടെ കേരളത്തിലാണെങ്കിൽ കലാകാരന്മാരെ പ്രോത്സാഹനമൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിന് വേണ്ടത്ര ഒരു ഇത് കിട്ടുന്നില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് എൻ്റെ ഈ ഇടത് സൈഡ് ഇരിക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്. ഇതിന് ഒരു ചെറിയ കഥയും കൂടെയുണ്ട്. കാരണം കവടിയാറുള്ള എൻ്റെ ഒരു സാറുണ്ട്, സുഹൃത്ത്. പുള്ളിയുടെ പേര് അനന്തപത്മനാഭനാണ്. പുള്ളി ഇതണക്ക് സ്റ്റൈൽ പ്ലസിൽ എൻ്റെ കോമ്പറ്റീഷൻ കണ്ടിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ട് നമുക്കൊരു മ്യൂസിയം തുടങ്ങാം. ഈ പുള്ളി മറ്റേ പ്രവാസിയാണ്, ഒരു പ്രവാസി മലയാളി കൂടെയാണ് പുള്ളി. അപ്പോൾ വിദേശത്തൊക്കെ ഇതണക്ക് മിനിയേച്ചർ മ്യൂസിയങ്ങൾ അവിടുത്തെ ഈ ബാംഗ്ലൂരൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ് അവിടെ നമുക്ക് ഈ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ല, നമുക്കപ്പം ഈ വിദ്യാർത്ഥികൾക്കും സ്കൂൾ പിള്ളേർക്കൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ നമുക്കൊരു മിനിയേച്ചർ മ്യൂസിയം നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ട്രൈ ചെയ്യാം. അങ്ങനെ നമ്മൾ തുടക്കത്തിൽ ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട്, പിന്നെ ഇടുക്കി ഡാം, ഇങ്ങനെയുള്ള ഈ കേരളത്തെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് സംഭവങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ മ്യൂസിയം തയ്യാറാക്കി നമ്മൾ ഈ ലോക്ക്ഡൗണിന് 6 മാസത്തിന് മുമ്പാണ് മ്യൂസിയം ഉദ്ഘാടനം കഴിഞ്ഞത്. നമ്മൾ കടാമ്പള്ളി സാറാണ് അന്ന് ടൂറിസം മന്ത്രി, പുള്ളിയാണ് ഇനാഗുറേഷൻ ചെയ്ത് 6 മാസമായപ്പോൾ ലോക്ക്ഡൗൺ വന്നു. 2 വർഷം നമ്മളത് പൂട്ടിയിട്ട് അതിപ്പം ശോചനീയ അവസ്ഥയിലാണ്. ഇത് കാണുമ്പോൾ നമുക്കൊരു ദുഃഖം കൂടെയാണ്. നമ്മളെ മ്യൂസിയത്തിൻ്റെ ഒരു നടത്തിപ്പ് അവിടെ വെച്ച് സ്റ്റോപ്പായിരിക്കുകയാണ്. ഇതുപോലുള്ളൊരു മ്യൂസിയം ഒന്നും കൂടെ തട്ടിക്കൂട്ടണം. അതന്ന് മ്യൂസിയത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഞാൻ അതുപോലെ വീട്ടിൽ കൊണ്ടുവന്ന് പാക്ക് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇതിന് അങ്ങനത്തെ ഒരു സങ്കടകരമായിട്ടുള്ള ഒരു ഇതും കൂടെ ഉണ്ട്. ഇതിപ്പോൾ ഒരു ചാനലുകാരും എൻ്റെ ഇവിടെ വന്ന് എടുക്കാൻ വന്നിട്ടുള്ള ഒരു ചാനലുകാർക്കും കിട്ടാത്തൊരു സംഭവമാണ് ഇത്. എന്ന് പറഞ്ഞാൽ കൊളോസിയോ എന്നുള്ള സംഭവമാണ്. ഇത് റോമിലുള്ള പണ്ട് ഗ്ലാഡിയേറ്റർ യുദ്ധമൊക്കെ നടക്കുന്ന സമയത്തുള്ള ഈ കൊളോസിയോ ആണ് സംഭവം. ഇത് ഇതിൻ്റെ പുതിയ വർക്കാണ്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ വർക്കാണ്. അപ്പോൾ നിങ്ങൾക്കാണ്
ഇത് ഇത്രയും ചാനലുകാർ വന്നിട്ട് നിങ്ങൾക്കാണ് ഇത് എടുക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുള്ളത്. ഇത് വേറെ ആരും ഇത് എടുത്തിട്ടില്ല. ഇത് കൊളോസിയം ഇതിൻ്റെ പുതിയ വർക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത പുതിയ വർക്കാണ്. ചേട്ടാ, അപ്പോൾ മറ്റൊരു ചാനലിലും കിട്ടാത്തൊരു വലിയൊരു കാര്യം ആണ് നമുക്കൊരു ഭാഗ്യം ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു വർക്കിന്റെ ഒരു എഫേർട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇത് എടുക്കാൻ അതായത് ഈ ഒരു വർക്ക് കാണുമ്പോൾ ചേട്ടാ ക്ഷമയാണ് അത് നമ്മൾ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് വേറൊരു ലോകം പോലെയാണ് നമുക്ക് തോന്നുന്നത്. മറ്റെന്തോ ഒരു ലോകം പോലെയാണ് തോന്നുന്നത്. എത്ര ദിവസമായിരുന്നു ഇതിന്റെ വർക്കും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? ഇത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ മ്യൂസിയത്തിന് വേണ്ടി ചെയ്ത വർക്കാണ്. ഇത് മ്യൂസിയത്തിന് വേണ്ടി ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോഴൊക്കെ ലോക്ക്ഡൗൺ വന്ന് ക്ലോസ്. അപ്പോൾ ഇത് പകുതി ചെയ്തിട്ടുള്ളതായിരുന്നു. അതെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഇത് പൊതിഞ്ഞ് വെച്ചേക്കാണ്. കംപ്ലീറ്റ് ആയിട്ടില്ല. ഇതിനിടയ്ക്ക് വേറൊരു വർക്ക് വന്നുകൊണ്ട് ഇത് മാറ്റി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഒരു തുടങ്ങിയിട്ട് തന്നെ ഒരു 6 മാസത്തിൽ കൂടുതലായി. ഇനി കുറച്ച് പെയിൻറ്റിങ് ഒക്കെ ചെയ്യാനുണ്ട്. ഇത് മ്യൂസിയം ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇത് ഏകദേശം ഇത് പെയിൻറ്റിങ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ സ്ട്രക്ചർ മൊത്തമായി. ഇതിന് പെയിൻറ്റിങ് മാത്രമേ പെയിൻറ്റിങ്ങും കുറച്ച് ഡീറ്റെയിലൊക്കെ ചെയ്യാനേ ഉള്ളൂ. ഇതിപ്പോൾ വേറൊരു ചാനലുകാർക്ക് ഈ സാധനം കിട്ടിയിട്ടില്ല. നിങ്ങൾക്കാണ് ഇപ്പോൾ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ഭാഗ്യം. അതെ. അപ്പൊ നമ്മുടെ രാജേഷ് എന്താ ഒരേ ഒരു മോള് മനഹാര കുട്ടിയാണ് ഇരിക്കുന്നത്. അപ്പൊ മനഹാര കുട്ടിക്ക് അച്ഛൻ ചെയ്ത വർക്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വർക്ക് ഏതാ? എന്തുകൊണ്ടാ ഇഷ്ടപ്പെടാൻ കാര്യം? എന്തുകൊണ്ടാണ് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട് അച്ഛൻ? എന്തൊക്കെ വെച്ചാ ഇത് ചെയ്തിരിക്കുന്നത് പറയോ? മോൾ ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണോ? ചെയ്തിട്ടുണ്ടോ? അപ്പൊ ചെയ്യൂ അല്ലേ ഭാവിയിൽ? അപ്പം നിങ്ങളാൽ കഴിയുന്ന ഇവിടെ ആര് വന്നിരുന്നാലും ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് അത് ഒരു കേരളത്തിൽ നമ്മളെ ഗവൺമെൻറ് തലത്തിലായിരുന്നാലും അല്ലാതെ ആരെങ്കിലും പ്രോത്സാഹനം ചെയ്തുകൊണ്ടാണെങ്കിലും ഒരു മിനിയേച്ചർ മ്യൂസിയം നല്ല രീതിയിലുള്ള ആളുകൾക്ക് കാണാൻ പറ്റിയ ഇതൊക്കെ നമ്മൾ മാത്രം കണ്ട് ആസ്വദിക്കാനല്ല, ഇവിടെ സ്റ്റേറ്റിനകത്തുള്ളതായിരുന്നാലും പുറത്തു നിന്ന് വരണവർക്കായിരുന്നാലും ഇത് കാണാൻ പറ്റിയ ഒരു കലയാണ്. അതിന് വേണ്ട പ്രോത്സാഹനം നിങ്ങൾ ചാനലുകാർ അതിന് വേണ്ട കാര്യങ്ങളും കൂടെ ചെയ്ത് കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. താജ്മഹൽ. അപ്പൊ എന്തായാലും ചേച്ചിയുടെ ആഗ്രഹം പോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു വർക്ക് ലോകം അറിയപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടേതായ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് എന്തായാലും നമ്മൾ ചെയ്യും. ഇതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നത് വഴി ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തെ തേടി വരാനും അദ്ദേഹം വൈറലാവാനൊക്കെ വൈറലാണോ നമുക്കറിയാം. എന്നിരുന്നാലും ഒത്തിരി അറിയാത്ത കുറച്ച് പേരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരിലേക്കൊക്കെ എത്തട്ടെ എന്ന് നമ്മൾ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നു. സന്തോഷം ചേച്ചി. ചേട്ടാ.